രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ ചിരിച്ചുകൊണ്ട് വരുവാ 6 അടി മണ്ണിനകത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ മോഹമുണ്ടോ? അള്ളാന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതിക്കൂടെ ഒരു സൂറത്ത്? ചെറിയ സൂറത്തൊന്നും അല്ല, പേടിക്കണ്ട. 30 ആയത്തുണ്ട്. 2.25 പേജുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്. ഈ സൂറത്ത് ഓതിയാ മതി, നിന്റെ 6 അടി മണ്ണിൽ നിനക്ക് രക്ഷ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഈ സൂറത്ത് ഓതിയാൽ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ ഈ ഒരു ചെറിയ സൂറത്ത് ഓതണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. സൂറത്ത് പറഞ്ഞ് ദുആ ചെയ്യാം. ചുക്കാപ്പി താഴെ വീഴണ്ട. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ അവന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് ഖുർആൻ ഓതാൻ സമയമില്ലല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ ടിവിയുടെ സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുകയാ. പ്രായമുള്ള ഉമ്മമാര് പടച്ചവരായുന്ന സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന കാലവാ. അവര് ഖബറിനെ കുറിച്ച് ചിന്തിക്കാറില്ല, മരണത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. മുടിയെല്ലാം നിറച്ച മരണത്തിന്റെ അടയാളങ്ങൾ മുഴുവനും വന്ന ഉമ്മ പോലും പടച്ചവനെ നന്നാകാ മനസ്സില്ലാതെ ഈ പ്രായമായ കാലത്ത് ടിവിയുടെ ഫ്രണ്ടില് റിമോട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ. എത്ര പുണ്യമായ സമയമോ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമോ. യാസീൻ ഓതേണ്ട സമയമല്ലേ, സജ്ദ ഓതേണ്ട സമയമല്ലേ, മുൽക്ക് ഓതേണ്ട സമയമല്ലേ, വാക്യം ഓതേണ്ട സമയമല്ലേ. അല്ലാഹുവേ, ആ പുണ്യമായ സമയങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഇന്നുമ്മമാര് കരയുകയാ. ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുകയാ. പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന പെണ്ണിന്റെ കണ്ണ് നിറയുമ്പോ എന്റെ ഉമ്മാന്റെ കണ്ണ് നിറയുമല്ലോ, എന്റെ പെങ്ങളുടെ കണ്ണ് നിറയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ ഒരു ദിവസം 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്നോളെ. ഈ സീരിയല് നടിമാര് വരുവോ, ഈ കൈബളമാര് നിന്റെ കൂടെ വരുവോ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നല്ലോ. സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ചിട്ട് കബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയല്ലോ. ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് 4000 പ്രാവശ്യമാണ് നഫീസ ഓതിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഒരായത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കബറിനകത്ത് കിടന്ന് ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? ഒരായത്ത് ഓതിയിട്ട് കരഞ്ഞ് തളർന്നു വീഴുകയാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് നഫീസത്തുൽ മിസ്രിയ തളർന്നു വീഴുകയാ. ഏതായത്തെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു നരകവാസികളെ വലിച്ചെടുച്ചു കൊണ്ടുവരുന്ന രംഗം പറയുന്ന ആയത്ത് കേൾക്കുമ്പോ നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാടാനുള്ള ഒരുപാട് മോഹങ്ങളുമായി കിടന്ന പെണ്ണാണ് നഫീസ. 6 അടി മണ്ണിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഈ ആയത്തോതിയിട്ട് കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ
നിനക്ക് സീരിയലിന്റെ നടിയല്ലേ അറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൈമുനത്തുൽ മിസ്രിയാണ് നിനക്കറിയുമോ? മൈമൂനത്തുൽ മിസ്രിയാണ് നിനക്കറിയുമോ? അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു, പൊന്നുമോള് മൈമൂനത്തുൽ മിസ്രിയ. തന്റെ സ്വർഗത്തിലെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോ, തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ ഭർത്താവുണ്ടല്ലോ റബിയ റളിയല്ലാഹു തആല അൻഹു, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെണ്ണ് കാണാമെന്നപ്പോ മൈമൂന പറഞ്ഞു, റബിയ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു മോഹമുണ്ട്. ഒരു മണവാട്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, പെണ്ണ് കാണാമെന്ന പയ്യനോട് പെണ്ണ് പറയുകയാണ്, എനിക്കൊരു അഭിലാഷമുണ്ട്, സാധിച്ചു തരുവോ? എന്തേ മൈമൂന, എന്തേ മൈമൂന? അവിടെന്ന് പറഞ്ഞു, റബിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നോതുവോ റബിയ? ഒരു സൂറത്തെങ്കിലും ഓതു റബിയ, ഒരായത്തെങ്കിലും ഓതു റബിയ. കേൾക്കാനുള്ള മോഹം കൊണ്ടാ റബിയ. റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഏത് സൂറത്താ ഓതി കൊടുത്തത്? തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക്, തന്റെ സ്വർഗത്തിലെ മണവാട്ടിക്ക് ഏതായത്താ, ഏത് സൂറത്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. സ്വർഗത്തിലെ ഭർത്താവ് ഓതുന്നു, ഭാര്യ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓതി ഇന്നലെ ധൈരാ അൻകാലം വജഹീബ. ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേര് തളർന്നു വീഴുകയാ, രണ്ടുപേര് തളർന്നു വീഴുകയാ, രണ്ടുപേരും കിടന്ന് കരയുകയാ. മൈമൂന പറയുന്ന റബിയ ഒരു പ്രാവശ്യം കൂടെ ഓതു റബിയ, ആയത്തൊന്നുകൂടെ ഓതുവോ, ആയത്തൊന്നുകൂടെ ഓതുവോ? റബിയ പറഞ്ഞു, ഇല്ല മൈമൂന, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, ഒരിക്കൽ കൂടെ ഓതു റബിയ, ഒരിക്കൽ കൂടെ ഓതു റബിയ. റബിയ ഓതുകയാ, ഇന്നലെ ധൈര അൻകാലം വജഹീബ وطعاما ذا غصة وعذابا أليما. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി. അവിടെ നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുന്നിലേക്ക് നാട്ടുകാര് കടന്നു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട്, നിങ്ങളുടെ അടിമയെക്കുറിച്ചൊരു പരാതിയുണ്ട്. എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, തങ്ങളെ അവിടെന്ന് പറയുന്ന തങ്ങളെ, നിങ്ങളുടെ അടിമ പാതിരാത്രി പള്ളിക്കാട്ടിൽ പോകുന്നുണ്ട്, കഫൻ തുണി മൂട്ടിക്കാനാണെന്ന് തോന്നുന്നു. ആരെങ്കിലും മരിക്കുന്ന രാത്രി മാത്രമേ പോകാറുള്ളൂ. ഇമാം മാലിക് പറഞ്ഞു, ഒരിക്കലുമില്ല, എന്റെ അടിമ നല്ലവരാ, എന്റെ അടിമ അല്ലാഹുവിനെ പേടിയുള്ളവരാ, ഒരിക്കലും കഫൻ തുണി മൂട്ടിക്കാ പോകൂല. ഇല്ല തങ്ങളെ, പാതിരാത്രിയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളൊന്ന് നോക്കണേ, അല്ലാഹുവേ അടിമയെ കുറിച്ച് ജനങ്ങൾ മുഴുവനും കള്ള എന്ന് പറഞ്ഞു പരാതി പറയുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചിന്തിക്കുകയാണ്, എന്തിനാണ് എന്റെ അടിമ പള്ളിക്കാട്ടിൽ പോകുന്നത്? ഇവര് പറയുന്നത് സത്യമാണോ? ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അല്ലാഹുവേ, നാട്ടിലൊരു മനുഷ്യന് മരണപ്പെടുന്നത് വരെ കാത്തിരിക്കുകയാ. തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു, കൊണ്ടുപോയി കഫൻ പൊതിഞ്ഞ് മയ്യത്ത് നിസ്കരിച്ചു, കബറടക്കി. പാതിരാത്രി എത്തിയപ്പോ ഇമാം മാലിക് ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുകയാ. അവിടെ ഉറക്കം നടിക്കുകയാ. ഇമാം മാലിക് ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോ അടിമ എഴുന്നേറ്റ് മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. പള്ളിക്കാട്ടിലേക്കാണ് പോകുന്നത്. ഇമാം മാലിക് പുറകെ ഇറങ്ങുകയാണ്. അല്ലാഹുവേ,
ഇമാം മാലിക് നോക്കുമ്പോ തന്റെ അടിമ പള്ളിയിലേക്ക് കടന്നു ചെന്നു. പള്ളിയുടെ മൂലയിൽ നിന്നൊരു അവിടെ നിന്നൊരു ചങ്ങല കിടക്കുകയാണ്. പള്ളിയുടെ ഭാഗത്ത് നിന്ന് ചങ്ങല കിടക്കുകയാ. എന്നിട്ടെന്നെ കബറടക്കിയ അന്ന് മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയ ആ പുതിയ കബറിന്റെ ചാരത്ത് പോയിട്ട് രണ്ട് കയ്യും ചങ്ങലയിൽ കെട്ടുകയാ. രണ്ട് കയ്യും ചങ്ങലയിൽ കെട്ടുകയാണ്. എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എന്നെ പോലെ നടന്നവര് മനുഷ്യര് ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് റബ്ബേ. ഈ സമയത്തതിനകത്ത് അല്ലാഹുവേ ചോദ്യം ചെയ്യലാണെന്ന് എനിക്കറിയാമല്ലോ. ഒരു ദിവസം ഞാനും വരണ്ടവനാ പടച്ചവര്. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാ, സൽക്കർമ്മങ്ങളില്ല അല്ലാ, സദഖകളില്ല അല്ലാ, നിസ്കാരങ്ങളില്ല അല്ലാ. എന്റെ കയ്യിൽ ഇബാദത്ത് കുറവാണ് റബ്ബേ. ആരുടെ മണ്ണിനകത്ത് എന്നെ കൊണ്ടുവെക്കുമല്ലോ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇമാം മാലിക് നോക്കുമ്പോ അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട അടിമ കബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോടുകയാണ്. ഇന്നലെ ധൈര്യ അൻകാലം ജഹീമ وطعاما ذا غصة وعذابا أليما. ഇമാം മാലിക് ഓടുകയാ, ഇമാം മാലിക് ഓടുകയാ. ഓടി വന്നിട്ട് അടിമയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ. നിങ്ങളെയാണോ തെറ്റിദ്ധരിച്ചത്? നിങ്ങളെ കുറിച്ചാണോ നാട്ടുകാരെ കള്ള എന്ന് പറഞ്ഞത്? അല്ലാഹുവേ, പാതിരാത്രി എഴുന്നേറ്റ് കബറിന്റെ ചാരത്ത് ചെന്ന് അള്ളാന്റെ ഖുർആനില് ഒരായത്തോതിയിട്ടിരുന്ന് പൊട്ടിക്കരയുകയാ. ഇമാം മാലിക് റഹ്മഹുല്ല കൂടെ ഇരുന്നു. രണ്ടുപേരും കബറിന്റെ രണ്ട് ഭാഗത്തിരുന്നു. എന്നിട്ട് കരയാൻ തുടങ്ങി. ഇന്നലദൈനാ അൻകാലം വജഹീമാ. രണ്ടുപേരും ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഓതുകയാണ്. സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോ അല്ലാഹുവേ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എഴുന്നേറ്റ് പോയി. തന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അടിമയെ വിളിക്കുമ്പോ എഴുന്നേറ്റില്ല. ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ പൊന്നുമോര്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ആരുടെ മണ്ണിനകത്ത് ഞാനും പോകണം, നീയും പോകണം. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കൂട്ടുകാരും വരില്ല മോനെ. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ, ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട വീടാ മോനെ. അതിനകത്ത് രക്ഷപ്പെടണോ, അതിനകത്ത് രക്ഷപ്പെടണോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷഹീദായി മരിക്കാനുള്ള ഒരു 2 വരിയുള്ള ദുആ പറയാം, നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് പോവാ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ദുആ ചെയ്യാം, എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന 7 പ്രതിഫലം പറഞ്ഞു കൊടുത്തു. ഷഹീദായി മരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 7 പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഞങ്ങൾ പെണ്ണുങ്ങളാ യുദ്ധത്തിലൊന്നും പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല വഴിയുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 25 പ്രാവശ്യം ഈ ദുആ ചെയ്താൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 25 പ്രാവശ്യം പറയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബ കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് കയറി ഇനി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏത് ദുആ എന്നറിയോ?
അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്തി വഫീമാ ബഅദൽ മൗത്ത്. ഇത്രയേ ഉള്ളൂ. അസറിന്റെ ദുആയിൽപ്പെട്ട ദുആയ അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്തി എന്ന് പറഞ്ഞേ വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, മരണസമയത്ത് നീ ബർക്കത്ത് ചെയ്യണം, മരണത്തിന് ശേഷവും നീ ബർക്കത്ത് ചെയ്യണം. അല്ലാഹു ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ? മതി, ഇപ്പോൾ അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. സുഖമില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് വയത് പറയണ സമയമാകുമ്പോൾ എന്തോ ശരീരം വല്ലാത്തൊരു തളർച്ച. നിങ്ങളൊക്കെ ദുആ ചെയ്യ്, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരിക. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി എപ്പോഴെങ്കിലും അടുത്ത കൊല്ലം ഇവരൊക്കെ ഇതുപോലെ വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ കാണാം. വിളിക്കുമായിരിക്കില്ലേ? വിളിക്കൂ. താജ് എന്ന് പറയുന്നൊരു സഹോദരൻ കുടുംബസമേതം ഗൾഫിൽ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അല്ലാഹുവെ മരണപ്പെട്ടു പോയ അല്ലാഹുവെ പടച്ചവനെ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കിടക്കുന്ന ആ കുടുംബം അല്ലാഹുവെ നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ദുആ ചെയ്യാം, ദുആ ചെയ്യാം. പറ, ചെയ്തൂടെ? അല്ലാഹു സ്വീകരിക്കൂലേ? സ്വീകരിക്കാം. അൽഹംദുലില്ലാഹ്. മതി, ഇപ്പോൾ പേപ്പറൊക്കെ എടുത്തിട്ട്. ചങ്ങായിമാർ പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1500 1000 അങ്ങ് പോയി. രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1500 രൂപ, രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1000. അപ്പോൾ അൽഹംദുലില്ലാഹ് 57 58 പേരായി. മതി, ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. സമയമില്ല. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. കരുണദയാലുവായ കാരുണ്യവാനായ അല്ലാഹുവെ, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ പടച്ചോനെ. എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാ അല്ലാഹ്, നീ പുറത്തു താ റഹ്മാനെ. നന്നാകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് റബ്ബേ ഞങ്ങൾക്ക്. അല്ലാഹുവെ, നീ ഞങ്ങളെ നന്നാക്കു പടച്ചോനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, പോകുന്ന വഴിയിലെങ്ങും മരിച്ചാൽ നീ സ്വർഗം തരണേ തമ്പുരാനെ. അല്ലാഹുവെ പടച്ചോനെ, ഞങ്ങളിൽ പലരും രോഗികളാ, നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചോനെ. അല്ലാഹുവെ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാഹ്. പടച്ചോനെ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ കൂടെ കിടന്ന് ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാഹ്. ഈ പാവങ്ങളുടെ ഭർത്താക്കന്മാർ ഇവരുടെ മരണം ആഗ്രഹിക്കല്ലേ പടച്ചോനെ. സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാഹ്. ബന്ധുക്കൾ മുഴുവനും ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാഹ്. എല്ലാവരും ഞങ്ങളെ വെറുക്കല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഖബറിലാ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മരിച്ചവരെ മറക്കുന്ന മക്കളാക്കല്ലേ പടച്ചവരെ. ഉപ്പായും ഉമ്മായും ഖബറിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെയാണോ ഞാൻ വളർത്തിയത് എന്നോർത്തിട്ട് ഞങ്ങളുടെ ഉപ്പ കരയില്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മാന്റെ ശാപം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് മക്കളെ വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ നല്ല മരണം താ റഹ്മാനെ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് താ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ ഞങ്ങളുടെ നാവ് പൊങ്ങണേ അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവർ ഞങ്ങളെപ്പോലെ മരിക്കാൻ ആഗ്രഹിക്കണേ പടച്ചവന്. 40 പേര് നല്ലത് പറയുന്ന മരണം താ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ.
ഞങ്ങളെ തല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ റബ്ബേ. മാതാപിതാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോൾ തെണ്ടി നടക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. പള്ളിക്കാട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് സമാധാനം തരാത്ത മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കൂ റബ്ബേ. ഖുറവിയായ പണ്ഡിതന്മാരിൽ പെടുത്തല്ലാ. ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന് എൻ്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവൻ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മക്കൾക്ക് നല്ല ജീവിതവും നല്ല ജോലിയും നല്ല ഇണയെയും നീ നൽകണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാഹുവേ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ, മാസങ്ങളായി നെട്ടോട്ടമോടുന്ന ഈ സംഘാടകരെ നീ കൈവിടല്ലേ റഹ്മാനെ. അവരെ നീ കടക്കാരാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ, ആര് മറന്നാലും നീ മറക്കല്ലേ അല്ലാ. ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ അല്ലാ. നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ഇവരുടെ വാപ്പയും ഉമ്മയും എനിക്കിതുപോലെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കണേ റഹ്മാനെ. സാലിഹായ മക്കളെ നീ ഇവർക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചവനെ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റഹ്മാനെ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ ആരെയും നീ മറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ആരും ഇല്ലാതാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ റബ്ബേ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ സ്കൂളിലും ജോലിക്കൊക്കെ പോകുന്ന ഞങ്ങളുടെ പൊന്നാര മക്കളെ നീ കാക്കണേ അല്ലാ. വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പണക്കാരന്മാരുടെ വീടിൻ്റെ മുന്നിൽ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. ആരുടെ മുന്നിലും തലതാഴ്ത്തേണ്ട അവസ്ഥ നീ തരല്ലേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. കടുകുമണിയുടെ അളവുള്ളവൻ്റെ അഹങ്കാരമുള്ളവൻ്റെ ദുആ പോലും സ്വീകരിക്കില്ലല്ലോ റബ്ബേ. ഞങ്ങൾക്ക് അഹങ്കാരം തരല്ലേ പടച്ചവനെ. മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. കാഫിരീങ്ങളെക്കാളും വലിയ ശിക്ഷയാണ് മുനാഫിക്കീങ്ങൾക്ക്. ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുആ സ്വീകരിക്കുക റബ്ബേ. അല്ലാഹുവേ, ഈ പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടി സദക്ക കൊടുത്ത ഒരാളെ പോലും നീ മറക്കല്ലേ അല്ലാ. മരിക്കണ സമയത്ത് അവർക്കതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, എൻ്റെ വാപ്പ 6 അടി മണ്ണില. നീ ആ പാപത്തിനോട് കരുണ കാണിക്കണേ അല്ലാ. എൻ്റെ ഉമ്മാന് നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. കൂടെ പുറപ്പുകൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. എൻ്റെ മോൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവനാക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ നൽകണേ പടച്ചവനെ. ഈ ശബ്ദം നിലനിർത്തി താ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പരാതി പറയുകയല്ല, നീ ശിഫയാക്കി താ റബ്ബേ. അല്ലാഹുവേ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ പടച്ചവനെ. അല്ലാഹുവേ,
മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഞങ്ങളെ എല്ലാവരെയും നീ കഅബയുടെ മുന്നിലെത്തിക്കണേ അല്ലാ. ഈ സദസ്സിലിരുന്ന ഒറ്റ നല്ല കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അല്ലാഹുവേ കഅബയുടെ കില്ല പിടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ പടച്ചവനെ. എൻ്റെ കൂടെ വന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും അല്ലാഹുവേ നിൻ്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കാപ്പി കൊടുത്തവർ അല്ലാഹു അവർക്ക് നീ ഹൗദുൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു. നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ കൂട്ടത്തിൽ കൂടി ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ. അല്ലാഹുവേ ഈ പരിപാടി നടത്താൻ ഈ സ്ഥലവും സൗകര്യവും ചെയ്തവർക്ക് നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.